പ്രാണൻ കൊടുത്ത് സ്നേഹിച്ചിട്ടും പാവക്കുട്ടിയുടെ വില പോലും കിട്ടാതെ നാഥന്റെ അരികിലേക്ക് മടങ്ങിപ്പോയ ഒരുപാട് മാതാപിതാക്കൾ. ഇന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരുപാട് മക്കൾ ആഗ്രഹിക്കുന്നുണ്ട് സ്വന്തം മാതാപിതാക്കളെ ഒന്ന് കാണാൻ. ജീവിച്ചിരിക്കുന്ന കാലത്ത് അവനവൻ്റെ വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു റൂമിൽ ആരോടും മിണ്ടാതെ ഒറ്റക്കിരുന്ന് കിട്ടാവുന്നത് കഴിച്ച് ജീവിച്ചപ്പോൾ ആ മാതാപിതാക്കളോട് നമുക്ക് വലിയ താല്പര്യം തോന്നിയിട്ടില്ല. പക്ഷേ ആയുസ്സിൽ അഡ്രസ്സാക്കപ്പെട്ട ഉമ്മയോ വാപ്പയോ അള്ളാന്റെ അരികിലേക്ക് മടങ്ങിയാൽ ആ സെക്കൻഡ് മുതൽ നഷ്ടപ്പെടുന്നത് എന്റെയും നിങ്ങളുടെയും അഡ്രസ് കൂടിയാ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ അടയാളങ്ങൾ കൂടിയാ. ആരാണെന്ന് ചോദിച്ചാൽ നെഞ്ചും വിരിച്ചിന്നവന്റെ മകനാണെന്ന് പറയാൻ കബറ് കിടക്കുന്ന വാപ്പാന്റെ പേരുച്ചരിക്കാൻ പോലും ധാർമ്മിക ബോധമില്ലാത്ത, ധാർമ്മിക അവകാശമില്ലാത്ത മക്കൾ ഇന്ന് പല കുടുംബത്തിലുണ്ട്. 4ഉം 5ഉം മക്കളെ ആയുസിന്റെ ബലം കൊണ്ട് കെട്ടിപ്പടുത്ത് പരിപാലിച്ച് പഠിപ്പിച്ച് വലുതാക്കിയിട്ടും ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ ഒരു മക്കളുടെ വാക്കുകൊണ്ട് പോലും സമാധാനം കിട്ടാതെ 4 ചുമരിനുള്ളിൽ നെഞ്ചു പൊട്ടി ജീവിച്ചൊരു വാപ്പയാണ് എൻ്റെ വാപ്പയെങ്കിൽ, ഉമ്മയെങ്കിൽ, നിങ്ങൾ സമ്പാദിച്ചോ, നിങ്ങൾ കെട്ടിപ്പടുത്തോ, നിങ്ങൾ ആസ്വദിച്ചോ, പക്ഷേ അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഈ യാത്ര അവസാനിക്കുന്നത് അതേ വാർദ്ധക്യത്തിലേക്ക് തന്നെയായിരിക്കും. ഇതൊന്നും കറുത്തു നിന്നുകൊള്ളണമെന്നില്ല, ഇതൊന്നും ഫലപ്പെട്ടു നിന്നുകൊള്ളണമെന്നില്ല, ഇതൊന്നും ഷാർപ്പായിട്ട് കാണണമെന്നില്ല, ഇതൊന്നും കൃത്യമായി മിടിച്ചു കൊള്ളണമെന്നില്ല. ആ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ എന്നെ ഓർത്തെന്റെ വാപ്പ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കരച്ചിലിന്റെ 1000 മടങ്ങ് അനുഭവിപ്പിക്കാതെ ഒരു മക്കളെയും ഞാൻ തിരിച്ചു വിളിക്കില്ലെന്ന് അള്ളാഹുവിന്റെ വചനമാണെങ്കിൽ മദീന പള്ളിയുടെ മിമ്പറിൽ വെച്ച് അല്ലാഹുവിന്റെ തിരുദൂതൻ സഹാബത്തിനോട് പറഞ്ഞു, അസ്റഅൽ അദാബ്, അസ്റഅൽ അദാബ്, ഈ ലോകത്ത് റബ്ബ് നൽകുന്ന ഏറ്റവും വലിയ വേഗത്തിലുള്ള ശിക്ഷ ഉഖൂഖൽ ഉമ്മഹാത്ത്, സ്വന്തം മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കൾക്കുള്ളതായിരിക്കും. നമ്മളെ മാതാപിതാക്കൾ മനസ്സമാധാനത്തോടെയാണോ ഖബർ കിടക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് ഖബർ പറമ്പിലേക്ക് പോകുമ്പോൾ നമുക്കൊന്നും തോന്നാറില്ല. ഞാനൊക്കെ പറയാറുണ്ട്, നാട്ടിലുള്ള ഖബർ പറമ്പിലേക്ക് ചെല്ലുമ്പോൾ ആ മയ്യത്തിന്റെ അരികിൽ ചെന്ന് ഒരു 3 പിടി മണ്ണൊക്കെ വാരിയിട്ട് തസ്ബീത്ത് ചൊല്ലാൻ ഇന്ന് ചിലർക്ക് നേരല്ല. കാരണം ദുനിയാവാണ് വലുത്. ദുനിയാവിൻ്റെ ഓട്ടത്തിനിടയിൽ അതിനൊന്നും വലിയ നേരം കിട്ടുന്നില്ല. പക്ഷേ നാളെ നമ്മളെ വാപ്പ ആ മണ്ണ് കിടക്കുന്നുണ്ടെങ്കിൽ ആ പറമ്പിൽ കാല് വെക്കുമ്പോൾ അന്ന് നമ്മളെ നെഞ്ചുപടയും. ഓരോ മയ്യത്ത് ആ മണ്ണ് കൊണ്ടെക്കുമ്പോഴും തൊട്ടപ്പുറത്തെവിടെയോ ആ പള്ളിക്കാട്ടിൻ്റെ അടിയിൽ കിടക്കുന്ന ഉമ്മാനെ ഓർത്ത് നമ്മൾ കരയും. ആ കരച്ചിൽ കരയാതിരിക്കണമെങ്കിൽ മക്കളെ, ദുനിയാവിൽ പടച്ച റബ്ബ് വിശ്വസിച്ചേൽപ്പിച്ച, നമ്മളെ ഏൽപ്പിച്ചത് ആ കൈകളിലാണെങ്കിൽ, അവരെ ഏൽപ്പിച്ചത് നമ്മളെ കൈകളിലാണെങ്കിൽ ആ സന്തോഷത്തോടുകൂടി അവരെ തിരിച്ച് യാത്രയാക്കാൻ പറ്റണം. അതാണ് ബന്ധം, അതാണ് കുടുംബം. ഏറ്റവും മനോഹരമായി മക്കളിൽ നിന്ന് സമാധാനം കിട്ടി തിരിച്ചുപോയവരുണ്ട്. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു മകൻ പറഞ്ഞൊരു വാക്കുണ്ട്. ജീവിതത്തിൽ അവനോട് പരിഹാസത്തോടെ പലരും ചോദിച്ചു പോലും, രാവിലെ എല്ലാവരും എക്സസൈസിനിറങ്ങുമ്പോൾ അവരുടേതായ ശാരീരിക പുഷ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കുമ്പോൾ എന്നെ അവിടെ കാണലൊന്നുമില്ലല്ലോ. ഓൻ തിരിച്ച് പുഞ്ചിരിയോടെ പറഞ്ഞു, അതിനേക്കാളും വലിയൊരു എക്സസൈസ് ഞാൻ ചെയ്യുന്നുണ്ട്. അത്ഭുതത്തോടെ അവർ ചോദിച്ചു, എന്തേ? എൻ്റെ വാപ്പ കിടപ്പിലാണെന്ന് നിങ്ങൾക്കറിയാലോ. വാപ്പാനെ കൈകൊണ്ട് പിടിച്ച് കയ്യിലെടുത്ത് വാപ്പാനെ കുളിപ്പിക്കുന്നത് ഞാനാ, വാപ്പാന്റെ വിസർജ്യം വാരിക്കളയുന്നത് ഞാനാ. വാപ്പാനെ കുളിപ്പിച്ച് ഒരു വെള്ള തുണി ഉടുപ്പിച്ച് വാപ്പാന്റെ മുൻപിലേക്ക് ഏതെങ്കിലും ഒരു പ്രസംഗത്തിൻ്റെതും തുറന്നു വെച്ചു കൊടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിലും വലിയൊരു എക്സസൈസ് എനിക്ക് കിട്ടാനില്ല എന്നാ ചെറുപ്പക്കാരൻ പറയുന്നുണ്ടെങ്കിൽ, ഹുമാ ജന്നതുക വനാറുക, നിന്റെ സ്വർഗവും നിന്റെ നരകവും ആ മാതാപിതാക്കൾ തന്നെയാ. ഈ ലോകത്ത് വെച്ച് നിന്റെ വാപ്പാനെ നീ നോക്കുന്നില്ലേ എന്നൊരാൾ ചോദിക്കുമ്പോൾ പറയാൻ നമുക്ക് 100,000 കാരണങ്ങൾ ഉണ്ടാകും. ഇന്ന് ചില മക്കൾ പറയുന്നത് പോലെ, വാപ്പിനിക്കെന്താ തന്ന്, ഉള്ളതൊക്കെ ഇളയോനല്ലേ കൊടുത്ത്, റോഡ് സൈഡിലുള്ള 10 സെന്റിലല്ലേ ഇളയോൻ വീടുണ്ടാക്കിയേ, ഓൻ നോക്കട്ടെ വാപ്പാനെ. ഉമ്മാന്റെ കൈത്ത് കിടന്ന മാലയും ഉമ്മാന്റെ ചവിട്ട് കിടന്ന ചുറ്റും കൊടുത്തിട്ടല്ലേ ഓൻ ആദ്യം ഗൾഫിക്ക് പോയത്. ഓൻ നോക്കട്ടെ ഉമ്മനെയും വാപ്പനെയും. കാരണം ന്യായങ്ങളുണ്ട്, പറയാൻ കാരണങ്ങളുണ്ട്. പക്ഷെ നാളെ റബ്ബിന്റെ മുൻപിലാണ് ആ ചോദ്യമെങ്കിൽ ആ ചോദ്യത്തെ പറ്റിയാ നമ്മൾ ചിന്തിക്കേണ്ടത്. നാഥന്റെ മുൻപിൽ വെച്ച് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കുമെന്ന്, നിന്റെ മാതാപിതാക്കളോട് നീ നീതിയോടെ പെരുമാറിയോ? ദുനിയാവിൽ നിന്ന് അള്ളാഹു ഏൽപ്പിച്ചു തന്ന നിന്റെ ജീവിതത്തിന്റെ തുടക്കം ആ ഉദരത്തിലാണെങ്കിൽ, ഉമ്മയുടെ പൊക്കിൾക്കൊടിയിലൂടെ കിട്ടിയ വായുവാണ് നിന്റെ ആദ്യത്തെ ശ്വാസമെങ്കിൽ, ഉമ്മാന്റെ പൊക്കിളിലൂടെ വന്ന
വെള്ളമാണ് നിന്റെ ആദ്യത്തെ പാനീയമെങ്കിൽ, ഉമ്മാന്റെ കരുതലും സ്നേഹവുമാണ് നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പവിത്രതയെങ്കിൽ, ഒരു വാപ്പാന്റെ ശരീരത്തിന്റെ വിയർപ്പ് തുള്ളികളാണ് നിനക്ക് തണലായി അനുഭവിക്കേണ്ടി വന്നതെങ്കിൽ, ആട്ടും തുപ്പുമേറ്റ് പലരുടെയും ആലകളിൽ എല്ല് വെള്ളമാക്കി സങ്കടപ്പെട്ട ഒരു വാപ്പാന്റെ നെഞ്ചു വിരിച്ച യാത്രയിലാണ് നിന്റെ പഠനവും സമാധാനവുമെങ്കിൽ, ആ സാധുക്കളെ വാർദ്ധക്യത്തിലെത്തിയപ്പോ പിൻകാലുകൊണ്ട് ചവിട്ടിത്തേക്കാൻ പലരുടെയും വാക്കുകൾ കേട്ട് നീ മുന്നിട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ, അള്ളാഹു പറയുന്നു നിന്റെ നരകമാണ് നീ നിലക്ക് വാങ്ങിയത് എന്ന്. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ലോകത്തേക്ക് അള്ളാഹു നമുക്ക് തന്ന അഡ്രസ്സുകൾ അവരാണെങ്കിൽ ഏറ്റവും മനോഹരമായിട്ട് അവരെ കൊണ്ടു നടക്കണം. ഇക്കഴിഞ്ഞ ദിവസം ഒരു ഡ്യൂട്ടി അടക്കുന്നതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ ഫോണിലേക്ക് നോക്കി കരയാൻ തുടങ്ങി. ആ കരച്ചിൽ കണ്ടപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എന്തേ പെട്ടെന്ന് കരയാനുള്ള കാരണം? അവനൊരു ഫോട്ടോ തിരിച്ച് കാണിച്ചു തന്നു. ഏതോ ഒരു കല്യാണ വീട്ടിൽ ഒരു തോർത്തുമുണ്ട് തോളത്തിട്ട് ഉള്ള മുൻഭാഗത്തുള്ള 4 പല്ല് കാണിച്ചിട്ടൊരു സാധുവായ വാപ്പ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ അരികിൽ തന്നെ ഒരു പർദ്ദയും ഒരു മഫ്തയും ധരിച്ച് പ്രായമുള്ള ഉമ്മയും നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറഞ്ഞു, ഇതിൻ്റെ ഉമ്മയും വാപ്പയുമാ. ഇളയോൻ്റെ വീട്ടിൽ കിടന്നു മരിച്ചു. ഇപ്പം മരണത്തിന് ശേഷം അവരുടെ ഫോട്ടോ കാണുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി മനുഷ്യരെ, നമ്മളാണ് അങ്ങനെ കാണുന്നതെങ്കിൽ ആയുസ്സിൽ വാപ്പല്ലാണ്ടാകുമ്പോൾ, ഉമ്മല്ലാണ്ടാകുമ്പോൾ, പറയാനൊരു അഡ്രസ് ഇല്ലാണ്ടാകുമ്പോൾ, അവസാനം വീട്ടിൻ്റെ ഏതെങ്കിലും മൂലക്കിരുന്ന് മരിച്ചുപോയ വാപ്പാൻ്റെ ഉമ്മാൻ്റെ ഫോട്ടോ കാണുമ്പോൾ അന്ന് ഞാൻ കരയേണ്ടി വരും, അന്ന് ഒരുപാട് ഞാൻ സങ്കടപ്പെടേണ്ടി വരും. അത് വരാതിരിക്കണമെങ്കിൽ ആയുസ്സുള്ള കാലത്ത് അവരെ ഏറ്റവും മനോഹരമായി ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തി അവരെ യാത്രയാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ രക്ഷിതാക്കളോടുള്ള ബാധ്യതകൾ മാത്രമേ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളൂ കുടുംബത്തിൽ എന്ന് മാതാപിതാക്കളെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. മക്കളോട് കാണിക്കേണ്ട നീതിയുണ്ട്, ന്യായമുണ്ട്. അനീതി കാണിക്കുന്ന മാതാപിതാക്കൾ നാളെ റബ്ബിന്റെ മുൻപിൽ ഏറെ ഖേദിക്കേണ്ടി വരുമെന്ന് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. മക്കളെയും സ്നേഹിക്കണം, മരുമക്കളെയും സ്നേഹിക്കണം. നല്ല നിലക്ക് തൻ്റെ ഭാര്യ ഭർത്താവിനെ ഉപദേശിക്കുമ്പോൾ കുടുംബത്തിൽ പലപ്പോഴും രക്ഷിതാക്കള് ആ സംസാരത്തെ മോശമായി ചിത്രീകരിക്കാറുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞൊരു കാര്യം അതാ, ഭർത്താവിൻ്റെ സ്വഭാവത്തിൽ മാതാപിതാക്കളോട് ഇങ്ങനെയൊക്കെ ഒന്ന് കാണിക്കണം, ഉമ്മാനോടും ബാപ്പാനോടും വാശി കാണിക്കരുതെന്ന് പറയണം, ഞങ്ങളെ മക്കളോടും പേരക്കുട്ടികളോടും ഒക്കെ ഒന്ന് നല്ല നിലക്ക് പെരുമാറണം എന്ന് പറയണം എന്ന് ഭർത്താവിനെ ഉപദേശിക്കുമ്പോൾ ആ ഭർത്താവ് അത് വാപ്പാനോടും ഉമ്മാനോടും സംസാരത്തിൻ്റെ ഇടക്ക് സൂചിപ്പിച്ച സമയത്ത് ഒരു ഉമ്മ എഴുന്നേറ്റ് നിന്നിട്ട് കുടുംബക്കാരുടെ എന്ന് പെണ്ണിനോട് ചോദിച്ചു പോലും, ഇജ്ജ് ഞങ്ങളെ തെറ്റിക്കാൻ വന്നതാ? ഞങ്ങളുടെ കുടുംബക്കാരുടെ പിണക്കുണ്ടാക്കാൻ വന്നതാ? ജിന്നയും മോനെയും കൂടിയും തമ്മ പണക്കാൻ വന്നതാ? ജിന്നയും പിയാപ്പിളനെയും കുഴപ്പമുണ്ടാക്കാൻ വന്നതാ? ജിന്നയും പെങ്ങളെയും മരുക്കളെയും അല്ലെങ്കിൽ ജിന്നയിൻ്റെ മോളെയും തമ്മ പണക്കാൻ വന്നതാ എന്ന് പറയല്ല നല്ല വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ലക്ഷണം. ഞങ്ങളുടെ സ്വഭാവത്തിൽ എവിടെയെങ്കിലും അതിരുകടക്കലുണ്ടോ? മക്കൾക്കൊരു പ്രയാസമായി മാറുന്നുണ്ടോ? എൻ്റെ വൈവിട്ട സംസാരം എൻ്റെ മക്കൾക്കും പേരക്കുട്ടികൾക്കും എൻ്റെ മരുക്കൾക്കും മനസ്സ് നോവലുണ്ടാക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം.